ഹായ് കുഞ്ഞുങ്ങളെ, നമ്മൾ ഇനി അടുത്ത 11ാമത്തെ ചാപ്റ്റർ ഫോക്കസ് ഏരിയയിലേക്ക് എടുക്കുകയാണ്. ഇതുവരെയുള്ള ചാപ്റ്റർ എല്ലാം നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ അടുത്തത് ചാപ്റ്റർ 11ാമത്തെ കോണിക് സെക്ഷൻ, അതിന്റെ ഫോക്കസ് ഏരിയ മെത്തേഡാണ് കോണിക് സെക്ഷൻ. അപ്പൊ അതിനകത്ത് ആദ്യം സർക്കിൾസ് എന്ന് പറയുന്ന മെത്തേഡാണ് എടുക്കുന്നത്. സർക്കിൾ ആണ് ആദ്യം എടുക്കുന്നത്. സർക്കിൾസ് എല്ലാവരും സർക്കിൾ കണ്ടിട്ടുണ്ടല്ലോ, വട്ടം, വൃത്തം. അപ്പൊ നോക്കാം, ഇതൊരു എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇതൊരു സർക്കിൾ. ആ സർക്കിളിന്റെ സെന്ററിനെ നമ്മൾ എച്ച് കെ എന്ന് വിളിക്കുന്നു. ലെറ്റ് സി ഓഫ് എച്ച് കെ, ഇത് എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, എച്ച് കെ ബി ദി സെന്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് പി ഓഫ് എക്സ് കോമ വൈ ബി എനി പോയിന്റ് ഓൺ ദ സർക്കിൾ. സർക്കിളിലെ ഏതെങ്കിലും ഭാഗത്തുള്ള ഒരു പോയിന്റ്, അത് ഇവിടെ ആകാം, ഇവിടെ എവിടെ വേണമെങ്കിലും സർക്കിളിലെ ഒരു പോയിന്റ് ആണ് പി ഓഫ് എക്സ് കോമ വൈ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ സി പി എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, ആർ, ആരം എന്ന് പറയും മലയാളത്തിൽ പറഞ്ഞാൽ. നമ്മൾ റേഡിയസ് സി പി എന്ന് പറഞ്ഞാൽ ആർ ആണ്. അപ്പം സർക്കിളിന്റെ സെന്റർ തരുന്നു, സർക്കിൾ പാസ് ചെയ്യുന്ന ഒരു പോയിന്റും തരികയാണെങ്കിൽ, സർക്കിളിന്റെ സെന്റർ, കേന്ദ്രം തരുന്നു, ആ സർക്കിൾ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് കൂടെ തരുവാണെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇക്വേഷൻ ഓഫ് സർക്കിൾ ഈസ് എക്സ് മൈനസ് എച്ച് ദി ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതാണ് ആ സർക്കിളിന്റെ ഇക്വേഷൻ. അതായത് എപ്പോഴും ഓർക്കണം, എച്ച് കെ എന്ന് പറയുമ്പോൾ സർക്കിളിന്റെ സെന്റർ, എക്സ് വൈ എന്ന് പറഞ്ഞാൽ ആ വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ഒരു പോയിന്റ്. ഒരുപാട് പോയിന്റുകൾ ചേരുന്ന സർക്കിളിനകത്ത് ഏതെങ്കിലും ഒരു പോയിന്റ്, അതാണ് പി ഓഫ് എക്സ് കോമ വൈ. അപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത്. അതായത് റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ദി ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ദി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ സി പി എന്ന് പറയുമ്പോൾ റേഡിയസ് ആയി, റൂട്ട് മാറാനായിട്ട് സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ് മൈനസ് എച്ച് ദി ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. നമ്മൾ നോക്കണ്ട, ഇക്വേഷൻ കാണാൻ പഠിക്കും. അപ്പം എച്ചും കെയും സർക്കിളിന്റെ സെന്റർ ആണ്. ഇത് എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, സെന്ററിന്റെ എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ് ആണ് എച്ചും കെയും. ആ സർക്കിൾ പാസ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ന് പറയുന്നത് എക്സും വൈയും. അത് ഫിക്സഡ് പോയിന്റ്, അത് എപ്പോഴും എക്സ് വൈ തന്നെ ആയിരിക്കും. ഒരു സെന്ററും റേഡിയസും ആയിരിക്കും തരുന്നത്. സെന്ററും റേഡിയസും തന്നാൽ, സർക്കിളിന്റെ സെന്ററും റേഡിയസും തന്നാൽ സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് ഇതാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കാം. ഇത് കണ്ടോ, ഈ സർക്കിൾ ഇവിടെ, ഈ സെന്റർ ഇവിടെ അല്ല വന്നേക്കുന്നത്. കണ്ടോ, ഇവിടെ സർക്കിളിന്റെ ഏത് ഭാഗത്ത്, ഇവിടെ വേണേ വരാം, അല്ലെങ്കിൽ ഇവിടെ വരാം, ഇവിടെ വരാം, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ആ എക്സ് ആക്സിന് വൈ ആക്സിന് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരാം, സെക്കൻഡ് ക്വാഡ്രന്റിൽ വരാം, തേർഡ് വരാം, ഫോർത്ത് വരാം, ഇവിടെ ഇങ്ങനെ വരാം, എങ്ങനെ വേണം. പക്ഷെ ഇനി വേറൊരു സർക്കിൾ ഉണ്ട് കേട്ടോ, ഇങ്ങനെ വരും. എല്ലായിടത്തും ഒരേ ദൂരം, അതായത് സെന്റർ 0 0 ഇവിടെ ആണ് വരുന്നത് സെന്റർ സർക്കിളിന്റെ. എന്നിട്ട് ഇങ്ങോട്ടുള്ള ദൂരവും ഇങ്ങോട്ടുള്ള റേഡിയസും ഇങ്ങോട്ടുള്ള റേഡിയസും ഇങ്ങോട്ടുള്ള റേഡിയസും തുല്യമാണ്. നമ്മൾ 10th പഠിച്ചിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആ സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, സെന്റർ 0 0 വരുന്ന സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, ഇക്വേഷൻ ഓഫ് സർക്കിൾ ഈസ് ഇത്രയേ ഉള്ളൂ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. കാരണം ഇവിടെ എച്ച് എന്ന് പറഞ്ഞാലും 0 ആണ്, കെ എന്ന് പറഞ്ഞാലും 0 ആണ്. അപ്പൊ ഇവിടെ എച്ചിന് 0 കൊടുക്കുമ്പോൾ എക്സ് മൈനസ് 0 എന്ന് പറയുമ്പോൾ എക്സ്, അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ്, ഇവിടെ കെയുടെ സ്ഥാനത്ത് 0 ആകുമ്പോൾ വൈ മൈനസ് 0 ദി ഹോൾ സ്ക്വയർ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയും. അപ്പൊ സർക്കിളിന്റെ സെന്റർ എപ്പോഴും 0 0 ഇങ്ങനെ സർക്കിൾ വരികയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. അല്ലാതെ സർക്കിൾ വേറെ ക്വാഡ്രന്റിലോ അല്ല മിക്സ്ഡ് ആയിട്ട് വരികയാണെങ്കിൽ, പല ക്വാഡ്രന്റ് വരുവാണെങ്കിൽ അത് എക്സ് മൈനസ് എച്ച് ദി ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദി ഹോൾ സ്ക്വയർ. കാരണം ഇതിന് ആ എച്ച് കെ സെന്റർ 0 0 അല്ല, ചിലപ്പോൾ ഇത് 3 4 എന്നൊക്കെ ആയിരിക്കും. 3 യൂണിറ്റ് ഇങ്ങോട്ട്, 4 യൂണിറ്റ് ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ സെന്റർ ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ സെന്റർ 0 0. അപ്പൊ എച്ചും 0 ആണ്, കെയും 0 ആണ്. ഇതാണ് സർക്കിളിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പൊ എന്തൊക്കെയാ, സർക്കിളിന്റെ സെന്ററും റേഡിയസും തന്നാൽ സർക്കിളിന്റെ ഇക്വേഷൻ ഇതാണ്. എപ്പോഴും എക്സും വൈയും അങ്ങനെ തന്നെ കിടക്കും. കാരണം ഫിക്സഡ് പോയിന്റ്, സർക്കിളിലെ എനി പോയിന്റ് അത് എക്സ് വൈ ആയിട്ട് അങ്ങ് എടുക്കുക. അപ്പൊ സെന്റർ വരുമ്പോൾ എച്ച് കെ ആയിട്ട് എടുക്കുക, റേഡിയസ് ആർ ആയിട്ട് വന്നിട്ട് ഇതിനകത്തേക്ക് വാല്യൂ കൊടുക്കുക. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഒരു ക്വസ്റ്റ്യൻ, find the equation of circle with center -2 3 and radius 4. അപ്പൊ സെന്റർ എന്ന് പറയുമ്പോൾ എച്ച് കെ, എച്ച് is equal to -2, k is equal to 3. ഇതാണ് സെന്റർ എന്ന് പറയുമ്പോൾ എച്ച് കെ. റേഡിയസ് എന്ന് പറയുമ്പോൾ r is equal to 4. നമുക്ക് ഇക്വേഷൻ ഓഫ് സർക്കിൾ ഈസ്, നമ്മൾ എഴുതി തന്നു, എക്സ് മൈനസ് എച്ച് ദി ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് കെ ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. അപ്പൊ നമ്മൾ എക്സ് ആണ്, എക്സ് ഫിക്സഡ് പോയിന്റ് സർക്കിളിന്റെ. അപ്പം എക്സ് മൈനസ് എച്ച് എന്ന് പറയുമ്പോൾ -2 ദി ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് കെ 3 ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ. അപ്പം
എക്സ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 3 ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 16. ഇത് എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ. എന്താണ് എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ? എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പൊ ഇവിടെ ഇത് എ ഇത് ബി. അപ്പം എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ പ്ലസ് ഇത് എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ. എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. എന്നാലും ഒരു നെഗറ്റീവ് വരും. അപ്പം y സ്ക്വയർ മൈനസ് 2 ഇൻറ്റു y ഇൻറ്റു 3 പ്ലസ് 3 സ്ക്വയർ ഇസ് ഈക്വൽ ടു 16. കേട്ടോ, എ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി y ഇൻറ്റു 3 എന്ന്. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് 4x 2 ഇൻറ്റു 2 4x പ്ലസ് 4 പ്ലസ് y സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 3 6y പ്ലസ് 9. ആ 16 ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക. മൈനസ് 16 സോറി 16 ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകും. അപ്പൊ നമ്മൾ ഓർഡറിൽ എഴുതാം. സ്ക്വയർ ഉള്ള ടൈം ആദ്യം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പിന്നെ എക്സ് ഉള്ള ടൈം പ്ലസ് 4x മൈനസ് 6y പിന്നെ 9 പ്ലസ് 4 13 13. രണ്ടും പോസിറ്റീവ്. 9 പ്ലസ് 4 13 16 കുറയ്ക്കുന്നു. അപ്പം മൈനസ് 3 ഇസ് ഈക്വൽ ടു 0. 9 പ്ലസ് 4 13 മൈനസ് 16. ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറയ്ക്കുന്നു നെഗറ്റീവ് 3. ഇതാണ് സർക്കിളിന്റെ. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഏത് പ്രോബ്ലം വന്നാലും ഈ രീതി ചെയ്യണം. കാരണം സംഖ്യകളൊക്കെ ഒരു മാറ്റും, ആ ഒരു പോയിന്റ് ഒക്കെ മാറ്റും, ചെയ്യാൻ അറിഞ്ഞിരിക്കും. ഓക്കെ, അടുത്തൊരു കണക്ക് നോക്കാം. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് സർക്കിൾ വിത്ത് സെന്റർ 1 1 ആൻഡ് റേഡിയസ് √2. സെന്റർ പറയുമ്പോൾ h1 k1 r എന്ന് പറഞ്ഞാൽ √2 അല്ലെ. അപ്പം ഇക്വേഷൻ ഓഫ് സർക്കിൾ ഈസ് x minus h the whole square plus y minus k the whole square is equal to r square. അപ്പോൾ x minus 1 the whole square plus y minus 1 the whole square is equal to √2 the whole square. From a minus b the whole square, a square minus 2ab plus b square plus ഇത് a minus b the whole square, a square minus 2ab plus b square is equal to √2 the whole square. √2 the whole square. അപ്പൊ നോക്കാം. x square minus 2x plus 1 plus y square minus 2 into 1 2y plus 1 is equal to √2 ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2. എല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. x square മൈനസ് നമുക്ക് 2x plus 1 plus y square മൈനസ് 2y plus 1 അതിനെ 2 യുടെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നു മൈനസ് 2 0. ഒന്ന് ഓർഡറിൽ എഴുതും. ആദ്യം സ്ക്വയറിലെ ടൈം വേരിയബിൾ എഴുതുന്നു. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, മുമ്പിലുള്ള സൈൻ നോക്കുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ബാക്കി മൈനസ് 2x മൈനസ് 2y. പക്ഷെ 1 പ്ലസ് 1 2 ആണ്. പ്ലസ് 2 മൈനസ് 2 കൂടെ പോയി 0 ആയി പോകും. കാരണം ഇത് 1 പ്ലസ് 1 2 ആണ്. 1 പ്ലസ് 1 2. അപ്പൊ 2 മൈനസ് 2 ക്യാൻസൽ ആയി പോകും. ബാക്കി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x മൈനസ് 2y ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് സർക്കിൾ വിത്ത് സെന്റർ 2 2. സർക്കിളിന്റെ സെന്റർ തന്നിട്ടുണ്ട് 2 2 ആൻഡ് പാസസ് ത്രൂ ദ പോയിന്റ് 4 5. കണ്ടോ, സർക്കിളിന്റെ സെന്റർ 2 2. റഫായിട്ടൊരു ഫിഗർ എപ്പോഴും എക്സാം എഴുതുമ്പോൾ വരയ്ക്കുക. റഫ് ഫിഗർ മതി. സെന്റർ അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമായിരിക്കും. സെന്റർ 2 2 പാസിംഗ് ത്രൂ ദ പോയിന്റ് 4 5. അപ്പൊ നമ്മൾ ചുമ്മാ സെന്ററിനെ സി എന്ന് വിളിച്ചു, പാസിംഗ് ത്രൂ ദ പോയിന്റ് പി എന്ന് വിളിച്ചു 4 5. അപ്പൊ റേഡിയസ് സി പി എന്ന് പറഞ്ഞാൽ 6 ആണ്. സി പി എന്ന് പറഞ്ഞാൽ 6 ആണ്, റേഡിയസ് ആണ്. പക്ഷെ നമുക്ക് സെന്റർ അറിയാം, എച്ച് കെ അറിയാം, പക്ഷെ റേഡിയസ് അറിയത്തില്ല. നമുക്ക് സെന്ററും റേഡിയസും ഉണ്ടെങ്കിൽ ഇക്വേഷൻ എങ്ങനെയാണ്? സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്? എക്സ് മൈനസ് എച്ച് ദി ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. അപ്പൊ സെന്റർ എച്ച് കെ ഇവിടെ ഉണ്ട്. ഇത് എച്ചും കെയോ സെന്റർ എച്ച് കെ, പക്ഷെ റേഡിയസ് ആറില്ല.
അപ്പൊ ആർ കണ്ടുപിടിക്കണേ ഡിസ്റ്റൻസ് ഫോർമുല CP റൂട്ട് ഓഫ് നമ്മൾ +1 10th ഒക്കെ പഠിച്ചാണ് x2 മൈനസ് x1 ദി ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദി ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ തിരിച്ചും പറയാം x1 മൈനസ് x2 ദി ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദി ഹോൾ സ്ക്വയർ. സ്ക്വയർ ഉള്ളതുകൊണ്ട് എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, കാരണം നെഗറ്റീവ് വന്നാൽ നെഗറ്റീവിന്റെ സ്ക്വയർ പോസിറ്റീവ് ആവും. അതുകൊണ്ട് ഇതാണ് ഇക്വേഷൻ. അപ്പൊ ഇതിനെ നമ്മൾ x1 y1 ആയിട്ടു ഇത് x2 y2 ആയിട്ട് എടുത്ത് ഡിസ്റ്റൻസ് അകലം ഡിസ്റ്റൻസ് കാണും CP കാണും. CP എന്ന് പറഞ്ഞാൽ r ആണ്. r is equal to root x2 എന്ന് പറഞ്ഞാൽ 4 മൈനസ് x1 2 the whole square പ്ലസ് y2 5 മൈനസ് y1 2 the whole square 5 മൈനസ് 2 the whole square. അപ്പൊ r is equal to root of 2 square പ്ലസ് 3 square. അപ്പൊ റൂട്ട് 4 പ്ലസ് 9. അപ്പോൾ r is equal to root 30. r is equal to root 30. അപ്പൊ റേഡിയസ് കിട്ടിയ root 30. ഇനി നമുക്ക് ഇക്വേഷൻ ഓഫ് സർക്കിൾ കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഓഫ് സർക്കിൾ ഈസ് എന്താണ് ഞാൻ മുമ്പ് എഴുതി കാണിച്ചത് എക്സ് മൈനസ് എച്ച് ദി ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് എച്ച് ദി ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് കെ ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. എക്സ് മൈനസ് എച്ച് ദി ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് കെ ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇത് എച്ച് കെ ആയിട്ട് ഇടണം, സെന്റർ എച്ച് കെ, അതായത് എച്ച് ഇസ് ഈക്വൽ ടു 2, കെ ഇസ് ഈക്വൽ ടു 2. ആർ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു റൂട്ട് 30. ആ വാല്യൂ കൊടുത്തി എക്സ് മൈനസ് 2 ദി ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 2 ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് 30 ദി ഹോൾ സ്ക്വയർ. കണ്ടോ, ഇനി നമ്മൾ സെന്റർ എച്ച് കെ ആയിട്ട് എടുക്കാം, സെന്റർ എച്ച് കെ. ഇനി ഇത് ഡിസ്റ്റൻസ് കാണാൻ ഇത് x1 y1 x2 വെച്ച് ഡിസ്റ്റൻസ് ഫോർമുല ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഡിസ്റ്റൻസ് ഫോർമുല CP എന്ന് പറഞ്ഞാൽ r ആണ്, റേഡിയസ് കിട്ടി റൂട്ട് 30. ഇനി സെന്ററിനെ നമ്മൾ എച്ച് കെ ആയിട്ട് എടുത്തുകൊണ്ട് ഇക്വേഷൻ. അപ്പം a മൈനസ് ബി ദി ഹോൾ സ്ക്വയർ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. കണ്ടോ, a മൈനസ് ബി ദി ഹോൾ സ്ക്വയർ a സ്ക്വയർ മൈനസ് 2 ഇൻറ്റു a ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ. ഇതൊരു a സ്ക്വയർ മൈനസ് 2 ഇൻറ്റു a ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് 30ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 30. റൂട്ട് 30ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 30. നമ്മൾ എക്സ്പാൻഡ് ചെയ്യാണ്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 2 4x പ്ലസ് 4 പ്ലസ് y സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 2 4y പ്ലസ് 4 is equal to 30. ആ 30നോട് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരാൻ വേണമെങ്കിൽ അപ്പം നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x മൈനസ് 4y 4 പ്ലസ് 4 പ്ലസ് 8 13 ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നു മൈനസ് 13 is equal to 0. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x മൈനസ് 5 മൈനസ് 4y പ്ലസ് 8 മൈനസ് 13 8 മൈനസ് 13 മൈനസ് 5 ഈസ് ഈക്വൽ ടു 0.